Shall we start the class? Okay, all of you take your textbook. All of you take your textbook. Where did we stop? We are discussing the third lesson, Little Brown Seed. Little Brown Seed. And take page number 12. Page number 12. I think we finished Let Us Listen. Let Us Listen എന്ന വർക്ക് നമ്മൾ ഫിനിഷ് ചെയ്തില്ലേ? കഴിഞ്ഞോ? ഇല്ലേ? എവിടെ നമ്മുടെ ഇഫ്ര? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താ എടുത്തത്? Question answers മാത്രമേ എഴുതിയുള്ളൂ? Read and write and question answers മാത്രമേ എഴുതി. Fun with words ചെയ്തോ? Yes. ചെയ്തോ? Fun with words ചെയ്തോ? No. No. Okay. Okay, then take page number 11. All of you take page number 11. Fun with words. Write these words in the correct columns. Write these words in the correct columns. കുറച്ച് വേർഡ്സ് അവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ? ആ വേർഡ്സ് രണ്ട് കോളം ആക്കിയിട്ടുണ്ട്. ഏതാണോ ഏത് കോളത്തിലാണോ? എന്താണ് മോനെ അഫ്ലു? Question answers finish ആയിട്ടാ. ഫിനിഷ് ചെയ്തിട്ടില്ലേ? ഞാൻ 2 മാത്രം ചെയ്തിട്ടു. 2. ഓക്കെ, നമ്മള് സെക്കൻഡ് ക്വസ്റ്റ്യൻ വരെ എഴുതിയിട്ടുള്ളൂ. All of you say yes or no. അല്ല, എല്ലാം എഴുതിയിട്ടുണ്ടല്ലോ അഫ്ലു. നോ നമ്മള് സെക്കൻഡും തേർഡും എഴുതി, ഫോർത്തും എഴുതി. നമ്മള് റൈമിംഗ് വേർഡ്സ് എഴുതിയിട്ടില്ലേ? മിസ് എഴുതാൻ പറഞ്ഞല്ലേ? ഓർമ്മയില്ല മുത്തേ? ഓക്കെ, then fun with words. കുഴപ്പമില്ല, ഇറ്റ്സ് ഓക്കെ. Fun with words. Write these words in the correct columns. കറക്റ്റ് കോളത്തില് ഈ വേർഡ്സ് എടുത്ത് എഴുതുക. ഓക്കെ, നോക്ക്. First one, the column number 1 is singular and the next one plural. What do you mean by singular and plural? Singular, plural എന്നുകൊണ്ട് എന്താ മീൻ ചെയ്യുന്നത്? സിംഗുലർ എന്ന് പറഞ്ഞാൽ എന്താ? ഒറ്റ ഒന്നാണ് അല്ലേ? സിംഗിൾ വണ്ണാണ് എന്ത്? സിംഗുലർ. പ്ലൂറൽ എന്ന് പറഞ്ഞാൽ എന്താ? ഒന്നിലധികം ഉള്ളതാണ് അല്ലേ? ഓക്കെ, രണ്ടോ അതിലധികമോ ഉള്ളതാണ് എന്ത്? പ്ലൂറൽ. സിംഗുലർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒറ്റ ഒന്നാണ്. ഓക്കെ, പെൻ. ഓക്കെ, പെൻ. This is singular. This is a pen and this is singular. Okay, ഇതൊരു പെൻ, ഇതൊരു പെന്നും കൂടിയാണെന്ന് വിചാരിക്കുക. ഓക്കെ, these are pens. Pens. പെൻ എന്നാണ് നമ്മൾ പറഞ്ഞത്. This is pen. ഇപ്പൊ നമ്മൾ രണ്ടെണ്ണം വരുമ്പോ എന്താ പറഞ്ഞത്? പെൻസ്. ഓക്കെ, രണ്ട് പെന്നായില്ലേ അല്ലേ? എസ് നമ്മൾ കൂട്ടി അല്ലേ? എസ് ഓർ എസ് കൂട്ടുമ്പോ എന്താകും? ഒരു വേർഡ് പ്ലൂറൽ ആയിട്ട് മാറും. മാംഗോ ഒന്നല്ലേ? അപ്പൊ രണ്ട് മാംഗോ ഉണ്ടെങ്കിൽ നമ്മൾ എന്താ പറയാ? മാംഗോസ് അല്ലേ? മാംഗോസ്. ബുക്ക്, ഇതൊരു ബുക്ക് അല്ലേ? ദിസ് ഈസ് ബുക്ക്. ദിസ് ഓൾസോ എ ബുക്ക്. നമ്മൾ ഇത് രണ്ട് ബുക്ക് എന്ന് എങ്ങനെ പറയാ? എങ്ങനെ പറയാ? പ്ലൂറൽ ആവില്ലേ ഇത്? ബുക്സ്. ബുക്സ്. ദിസ് ഈസ് ബുക്ക്. രണ്ടെണ്ണം വരുന്ന സമയത്ത് ബുക്സ്. അപ്പൊ ഒറ്റ ഒന്നാണെങ്കിൽ നമ്മൾ എന്ത് പറയും? ബുക്ക് എന്ന് പറയും, അല്ലെങ്കിൽ പെൻ എന്ന് പറയും. അപ്പൊ രണ്ടെണ്ണം വരുന്ന സമയത്ത് പെൻസ് പറയും, അല്ലെങ്കിൽ ബുക്സ് പറയും, മാംഗോസ് പറയും, എന്ത് വേണമെങ്കിലും പറയാം അല്ലെ? രണ്ടെണ്ണം ആവുന്ന സമയത്ത് എസ് ഓർ എസ് കൂട്ടിയിട്ടാണ് ഉള്ളതെങ്കിൽ അത് എന്താണ്? പ്ലൂറൽ ആണ്. ഒറ്റ ഒന്ന് മാത്രമാണെങ്കിൽ അത് സിംഗുലർ ആണ്. ഒന്നിലധികം ഉണ്ടെങ്കിൽ, രണ്ടോ അതിലധികമോ ഉണ്ടെങ്കിൽ അത് എന്താണ്? പ്ലൂറൽ ആണ്. മനസ്സിലായോ? അതിന് എന്ത് നോക്കിയാ മതി? എസ് ഓർ എസ് ലാസ്റ്റ് ഉണ്ടോ നോക്കിയാ പോരെ? എളുപ്പല്ലേ മക്കളെ? അല്ലേ? മനസ്സിലായോ? ഓക്കെ, then നമുക്ക് ചെയ്താൽ പറ്റും നോക്കാലോ.
ഫസ്റ്റ് വൺ സിംഗുലർ അവിടെ കൊടുത്തിട്ടുണ്ട് സീഡ്. ഫസ്റ്റ് വൺ സീഡ് ആണ് അല്ലേ? സീഡ് എന്ന് പറഞ്ഞാൽ എന്താ? വിത്താണ്, സീഡ്. ഓക്കെ, അപ്പൊ സീഡ് എന്ന് പറഞ്ഞാൽ ഒറ്റൊന്നല്ലേ ഉള്ളൂ, അതെന്താണ്? സിംഗുലർ ആണ്. അതുകൊണ്ടല്ലേ സിംഗുലറിന്റെ കോളത്തിലുള്ളത് സീഡ്. നെക്സ്റ്റ് വൺ ഓറഞ്ചസ്. ഓറഞ്ചസ്. മാളവിക, ഓറഞ്ചസ് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ? പറഞ്ഞേ. എന്താണ്? പ്ലൂറൽ ആണല്ലേ? എന്താണ്? ഓറഞ്ചസ് എന്താണ്? പ്ലൂറൽ ആണ്. എഴുതിക്കോ പ്ലൂറലിന്റെ കോളത്തില്. Oranges, that is plural. Okay, all of you finished? Okay, any next one, weak. 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 S-O-R-E-S in the word in the last illalo. Weak ennu മാത്രമല്ലേ ഉള്ളൂ. അപ്പൊ that is singular. സിംഗുലറിന്റെ കോളത്തിൽ എഴുതുക. സിംഗുലർ. Singular. Singular. Okay, next. Fourth one, pencils. Pencils. Is it singular? Singular ആണോ? No, pencils. S and last അല്ലേ? Pencils. That is plural. Pencils എന്താണ്? Plural ആണ്. എഴുതു മക്കളെ. Pencils plural ആണ്. പ്ലൂറലിന്റെ കോളത്തിൽ എഴുതുക pencils. എഴുതിയോ? ഇനി നെക്സ്റ്റ് shoot. Shoot. എന്താണ്? സിംഗുലർ ആണോ പ്ലൂറൽ ആണോ? സിംഗുലർ ആണെന്ന് പറയുന്നവർ എത്ര പേരുണ്ട്? സിംഗുലർ ആണെന്ന് പറയുന്നവര്? ഷൂട്ട് എന്ന് പറയുന്നത് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ? കുര്യൻ ജോസഫ്, ആർ യു ലിസണിംഗ് ഇൻ മൈ ക്ലാസ്? മുഹമ്മദ് ടി, വീഡിയോ ഓൺ ആക്കാമോ? Okay, that is singular. Shoot is singular, right? Shoot in singular. And next one is buds. Buds. S-O-R-E-S ഉണ്ടല്ലേ? ലാസ്റ്റ് S ഉണ്ട്. buds. buds എന്താണ്? പ്ലൂറൽ ആണോ സിംഗുലർ ആണോ? പ്ലൂറൽ ആണെന്ന് പറഞ്ഞവർ എത്ര പേരുണ്ട്? Okay then. Write buds in the plural column. പ്ലൂറലിന്റെ കോളത്തിൽ എഴുതിക്കോ buds. BUDS buds. Okay, all of you finished? All of you finished? Say yes or no? Yes. അപ്പൊ സിംഗുലറിന്റെ കോളത്തിൽ എന്തൊക്കെയാണെന്ന് മിസ് ഒന്നുകൂടി വായിക്കാൻ കിട്ടാത്തവർക്ക് വേണ്ടിട്ട്. ഓക്കെ, സിംഗുലറിന്റെ കോളത്തിൽ വന്നത് സീഡ്, വീക്ക്, ഷൂട്ട്. Seed, weak, shoot. And in the plural column, you have to write oranges, pencils, buds. Oranges, pencils, buds. Okay. Take the next page, 12. Page number 12. D. Okay, before that, page number 54. Okay, your teacher will read out some words. Listen carefully and circle the words you hear. Okay, let us listen. കാണുന്നുണ്ടോ മക്കളെ ഇത്? കണ്ടോ? ഫസ്റ്റ് വൺ ആണ് മിസ് വായിക്കുന്നത്.
Your teacher will read out some words. നിങ്ങളുടെ ടീച്ചർ അതായത് ഞാൻ മിസ്സിന്റെ കുറച്ച് വേർഡ്സ് വായിക്കും. Listen carefully. നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക. And circle the words you hear. നിങ്ങൾ കേൾക്കുന്ന വേർഡ്സ് ഇതിൽ ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾ സർക്കിൾ ചെയ്യാം. First one, lock. Lock. ഏതാ ലോക്ക്? ലോക്ക് ഏതാണെന്ന് വെച്ചാൽ എന്നെ സർക്കിൾ ചെയ്തേ. ഫസ്റ്റ് വണ്ണിൽ ലോക്ക് ഏതാണെന്ന് വെച്ചാൽ എന്നെ സർക്കിൾ ചെയ്തേ. ലോക്കിന്റെ സ്പെല്ലിംഗ് എന്താ? Not clock. I said lock. L-O-C-K, lock. Circle the second one, lock. Okay. Next one, pull. Pull. Which is pull here? Here we can see two words, pull and full. അല്ലേ? പുള്ളും ഉണ്ട് ഫുള്ളും ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞത് ഏതാ? മിസ് പറഞ്ഞത് ഏതാ? പുള്ളാണ് അല്ലേ? PULL, പുൾ. സർക്കിൾ ദാറ്റ് വൺ. സർക്കിൾ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു വട്ടം വരയ്ക്കുക എന്റെ മുകളില്. പുൾ. ഓക്കെ. തേർഡ് വൺ, സെറ്റ്. മാറിപ്പോകരുത്, ഒരുപോലെ ഉണ്ടല്ലേ? സെറ്റ്. Set. ഏതാ set? Which is set here? What is the spelling of set? S-E-T, set. S-E-T, set. Spelling നോക്കി എഴുതണേ. S-E-T, set. Circle that one. Set. And fourth one, hands. Hands. What is the spelling of hands? H-A-N-D-S. Hands. അതിൽ ഏതാണ്? Second one ആണല്ലേ? Second one in fourth row, fourth section. Hands. H-A-N-D-S. Hands. Okay. Fifth one, ball. Ball. Which is ball here? Ball. B-A-L-L, ball. Last one, book. Book. Which is book here? First one, B-O-O-K, book. Okay. E. Next word is E. Let us speak. അത് കംപ്ലീറ്റ് ആണല്ലേ മക്കളെ? First one, ഒന്നാമത്തേല് I said the word lock. ഒന്നാമത്തേല് lock ആണ് മിസ് പറഞ്ഞത്. Second one, pull. Third one, set. Fourth one, hands. Fifth one, ball. And sixth one, book. Okay, all of you finished? Say yes or no. Yes. Then Farha Fatimaki innu urakam varunundu. Okay. E. Work with your friend. Take turns to ask each other 4 things. ഇതൊക്കെ നമുക്ക് ക്ലാസ്സിൽ വന്ന് ചെയ്യേണ്ട കാര്യമാണ് മക്കളെ. മിസ് എന്നാലും പറഞ്ഞുതരാം. ഓക്കെ. വർക്ക് വിത്ത് യുവർ ഫ്രണ്ട്. നിങ്ങളുടെ ഫ്രണ്ടുമായിട്ട് നിങ്ങൾ പെയറായിട്ട് ചെയ്യേണ്ട കാര്യമാണ്. ടേക്ക് ടേൺസ് ടു ആസ്ക് ഈച്ച് അതർ 4 തിങ്സ്. നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം വാങ്ങണമെങ്കിൽ അല്ലെ മറ്റുള്ളവരോട് വാങ്ങണമെങ്കിൽ എങ്ങനെയാ ചോദിക്കാനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് വൺ, യു പ്ലീസ് പാസ് മീ ദാറ്റ് പെൻസിൽ. പ്ലീസ് പാസ് മീ ദാറ്റ് പെൻസിൽ. ആ പെൻസിൽ ഒന്ന് പാസ് ചെയ്യാമോ? പ്ലീസ് കൂട്ടിട്ടുണ്ട് അല്ലെ? ഹംബിൾ ആയിട്ടാണ് ചോദിക്കുന്നത്. പ്ലീസ് പാസ് മീ ദാറ്റ് പെൻസിൽ. ആ പെൻസിൽ ഒന്ന് പാസ് ചെയ്യാമോ? ഫ്രണ്ട്, ഷുവർ, ഹിയർ ഇറ്റ് ഈസ്. അപ്പൊ നിങ്ങൾ ക്ലാസ്സിൽ ഇരിക്കുന്ന സമയത്ത് എങ്ങനെയാ ചോദിക്കുക? ആ പെൻസിൽ ഒന്ന് തരുമോ അല്ലെ പെൻസിൽ ഒന്ന് പാസ് ചെയ്യുമോ എന്നാണ് ചോദിക്കേണ്ടത്. എങ്ങനെ ചോദിക്കാം? വലിയ കുട്ടികളല്ലേ, സെക്കൻഡ് സ്റ്റാൻഡേർഡിൽ എത്തിയില്ലേ? എങ്ങനെ ചോദിക്കാം? നിഹ, സിറ്റ് പ്രോപ്പർലി നിഹ. പ്ലീസ് പാസ് മീ ദാറ്റ് പെൻസിൽ. എങ്ങനെ ചോദിക്കാം? പ്ലീസ് പാസ് മീ ദാറ്റ് പെൻസിൽ. എങ്ങനെയാ? പ്ലീസ് പാസ് മീ ദാറ്റ് പെൻസിൽ. ദെൻ ഫ്രണ്ട്. പിന്നെ എങ്ങനെ നിങ്ങൾ ആരെങ്കിലും ചോദിക്കാണ്? ഇപ്പൊ എന്നോട് അമലിനെ ചോദിക്കാണ്, പ്ലീസ് പാസ് മീ ദാറ്റ് പെൻസിൽ. അപ്പൊ ഞാൻ എന്താ പറയേണ്ടത്? ഷുവർ, തീർച്ചയായും. ഹിയർ ഇറ്റ് ഈസ്. ഷുവർ, ഹിയർ ഇറ്റ് ഈസ്. പ്ലീസ് പാസ് മീ ദാറ്റ് പെൻസിൽ. അങ്ങനെ ചോദിക്കുമ്പോൾ നമ്മൾ എങ്ങനെ പറയാം? ഷുവർ, ഹിയർ ഇറ്റ് ഈസ്. നല്ല ഫ്രണ്ട് ആണെങ്കിൽ എന്ത് പറയും? ഷുവർ, ഹിയർ ഇറ്റ് ഈസ്.
നല്ല ഫ്രണ്ട് ആണെങ്കിൽ അങ്ങനെ പറയില്ലേ? കൊടുക്കില്ലേ വേഗം പെൻസില്? കുശുമ്പൂത്തി നിൽക്കുവോ? ഇല്ലല്ലോ. ഓക്കെ, നെക്സ്റ്റ് വൺ. യു. മേ ഐ ബോറോ യുവർ ബുക്ക്? മേ ഐ ബോറോ യുവർ ബുക്ക്? ആക്ച്വൽ മീനിങ് വേണ്ട. എന്താണ് മീൻ ചെയ്യുന്നത്? ഞാൻ നിന്റെ ബുക്ക് ഒന്ന് എടുത്തോട്ടെ, അല്ലെ നിന്റെ ബുക്ക് ഒന്ന് എനിക്ക് കടം തരുമോ എന്നാണ് ചോദിക്കുന്നത്, അല്ലെ? നിന്റെ ബുക്ക് നിനക്ക് കുറച്ച് സമയത്തേക്ക് തരാമോ? മേ ഐ ബോറോ യുവർ ബുക്ക്? ഫ്രണ്ട്, ഓഫ് കോഴ്സ് യു മേ. അല്ലേ? തീർച്ചയായിട്ടും നിനക്ക് എടുക്കാം. ഓഫ് കോഴ്സ് യു മേ. മേ ഐ ബോറോ യുവർ ബുക്ക്? ഓഫ് കോഴ്സ് യു മേ. മനസ്സിലായോ? ഇനി സ്കൂൾ തുറന്നു വരുന്ന സമയത്ത് ഞാൻ നോക്കട്ടെ എങ്ങനെ ചോദിക്കുന്നതെന്ന്. ഫസ്റ്റ് വൺ എന്താണ്? പ്ലീസ് പാസ് മീ ദാറ്റ് പെൻസിൽ. അല്ലെ കുറച്ചും കൂടി ഹംബിൾ ആയിട്ട് എങ്ങനെ ചോദിക്കാം? കുഡ് യു പ്ലീസ് പാസ് ദാറ്റ് പെൻസിൽ? കുഡ് യു? ഇല്ല, നമ്മൾ എങ്ങനെ ചോദിക്കും? ഇപ്പൊ ഇവിടെ ടെക്സ്റ്റ് ബുക്കിൽ എങ്ങനെയുള്ളത്? പ്ലീസ് പാസ് മീ ദാറ്റ് പെൻസിൽ. ആ പെൻസിൽ ഒന്ന് പാസ് ചെയ്യാമോ? ഷുവർ, ഹിയർ ഇറ്റ് ഈസ്. ഇത് നിങ്ങൾ ഈസി ആയിട്ട് വിചാരിക്കരുത്, നെക്സ്റ്റ് ക്ലാസ്സിൽ മിസ് ചോദിക്കും. ഷുവർ, ഹിയർ ഇറ്റ് ഈസ്. നെക്സ്റ്റ് വൺ. മേ ഐ ബോറോ യുവർ ബുക്ക്? മേ ഐ ബോറോ യുവർ ബുക്ക്? ഓഫ് കോഴ്സ് യു മേ. ഓഫ് കോഴ്സ് യു മേ. ഫസ്റ്റ് വൺ, please pass me that pencil. Sure, here it is. Second one, Eric, sit properly. May I borrow your book? Of course you may. Okay, that's enough. Next work is you may use these words. നിങ്ങൾക്ക് ഈ പെൻസിലിന് പകരം അല്ലെങ്കിൽ ബുക്കിന് പകരം എന്ത് യൂസ് ചെയ്യാം? ഇവിടെ താഴെ തന്നിരിക്കുന്ന 5 വേർഡ്സും അല്ലെങ്കിൽ ഈ 5 വേർഡ്സും അല്ല ഏത് വേർഡ്സ് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഫസ്റ്റ് വൺ എന്താണ്? ഇവിടെ ബോൾ ആണല്ലേ? എന്റെ മക്കൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഇത് നമ്മള് കോൺവേഴ്സ് ചെയ്യാൻ പഠിക്കുകയാണ് അല്ലെ? ക്ലാസ്സിലിരിക്കുന്ന സമയത്ത് സംസാരിക്കാൻ വേണ്ടിയിട്ട് പഠിക്കുന്നതാണ്, പറയാൻ വേണ്ടിയിട്ടാണ്. ലെറ്റ് us സ്പീക്ക്, പറഞ്ഞു പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്. അതുകൊണ്ടാണ് മിസ് പറഞ്ഞതന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ശ്രദ്ധിക്കണേ. അപ്പൊ നമ്മൾ ഇവിടെ എന്താ? പ്ലീസ് പാസ് മീ ദാറ്റ് പെൻസിൽ. ആ പെൻസിൽ ഒന്ന് പാസ് ചെയ്യാമോ എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ? ആ പെൻസിലിന് പകരം ബോൾ ആയാൽ എങ്ങനെ വരും ഋഷികേഷ്? എങ്ങനെ വരിക? പ്ലീസ് പാസ് മീ ദാറ്റ് ബോൾ എന്ന് വരില്ലേ? ഈ പെൻസിലിന് പകരം നമ്മളോട് ബോൾ ചേർക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ കൊടുത്തിരിക്കുന്ന പെൻസിലിന് പകരം ബോൾ ആയാൽ എന്ത് വരും? പ്ലീസ് പാസ് മീ ദാറ്റ് പെൻസിൽ. പ്ലീസ് പാസ് മീ ദാറ്റ് ബോൾ. ആ ബോൾ ഒന്ന് പാസ് ചെയ്യാമോ? പ്ലീസ് പാസ് മീ ദാറ്റ് ബോൾ. മനസ്സിലായോ? ഗോട്ട് ഇറ്റ്? പെൻസിലിന് പകരം നമ്മൾ ബോൾ യൂസ് ചെയ്തു, അത്രേ ഉള്ളൂ അല്ലേ? അപ്പോഴും ആൻസർ എങ്ങനെ വരും? Sure, here it is. The answer should be same. Answer എന്തായിരിക്കും? Same ആയിരിക്കും അല്ലേ? Yes, sure, here it is. Next one. May I borrow your book? May I borrow your umbrella? May I borrow your bookന് പകരം എങ്ങനെ വരാം? May I borrow your umbrella? ഞാൻ നിന്റെ കൊടയൊന്ന് എടുത്തോട്ടെ. May I borrow your umbrella? Of course you may. Of course you may. Okay, next. Minhaj, നിന്റെ ക്രയോൺസ് ഒന്ന് എനിക്ക് പാസ് ചെയ്യാമോ എന്ന് എങ്ങനെ ചോദിക്കുക? എങ്ങനെയാ മോനെ ചോദിക്കുക? Please pass me that crayons. Very good. Please pass me that crayons. അപ്പൊ എങ്ങനെ പറയാ? ഞാനാണ് മിൻഹാജിന്റെ ഫ്രണ്ട്. ഞാൻ എങ്ങനെ പറയുന്നത് അറിയോ? Sure, here it is. Sure, here it is. Okay. Okay, next ആരാ പറയാ? ഡൊമിനിക്. ഞാൻ നിന്റെ എറേസർ ഒന്ന് എടുത്തോട്ടെ എന്ന് എങ്ങനെ ചോദിക്കാം? Please. അതല്ല മുത്തേ, സെക്കൻഡ് വൺ നോക്കിയേ. May I borrow your eraser? Pass me the eraser. May I borrow your eraser? May I borrow your eraser? ഞാനാണ് ചോദിച്ചത്. ഡൊമിനിക്കാണ് എന്റെ ഫ്രണ്ട്. ഡൊമിനിക്ക് എങ്ങനെയാ പറയാ? ഞാനാണ് ഡൊമിനിക്കിന്റെ ഫ്രണ്ട്. ഞാൻ ചോദിക്കാണ്, May I borrow your eraser? Answer me. നിന്റെ ഫ്രണ്ട് കാത്തു നിൽക്കണുണ്ട്.
പറഞ്ഞ വേഗം. Pass me എങ്ങനെ പറയാം? Of course you may. നിനക്ക് എടുക്കാമെന്നല്ലേ പറയേണ്ടത്. ഞാൻ നിന്റെ ഇറൈസർ തരുമെന്നല്ലേ ചോദിച്ചത് മിസ്. അപ്പൊ എങ്ങനെ പറയാ? Of course you may എന്ന് പറഞ്ഞേ മിസ്സിനോട്. Of course. Of Me. course. Okay, you may. Okay, that's enough. Next is Srihari. ആ ബലൂൺ ഒന്ന് പാസ് ചെയ്യാമോ എന്ന് എങ്ങനെ ചോദിക്കുക? എങ്ങനെ ചോദിക്കുക? വെയിറ്റ്. ഓക്കെ, ഒന്നുകൂടി പറഞ്ഞേ മോനെ ശ്രീഹരി. ആ ബലൂൺ ഒന്ന് പാസ് ചെയ്യാമോ എന്ന് ചോദിച്ചു മിസ്സിനോട്. You please pass me that balloon. Okay, മിസ് ആൻസർ പറയണോ? Sure, here it is. Next ഇനി ആരാ പറയാ? Zayan. ആ ബോൾ ഒന്ന് പാസ് ചെയ്യാമോ എന്ന് ചോദിക്കാമോ? Zayan. മിസ് കേൾക്കുന്നില്ലല്ലോ മോനെ. Okay, next Advait is ready. Okay, Advait. ചോദിച്ചോ? Can you pass that ball? Please pass me that ball. ഇവിടെ എങ്ങനെ കൊടുത്തിരിക്കുന്നത്? Please pass me that ball. Can you ചോദിച്ചാലും കുഴപ്പമില്ല കേട്ടോ, ശരിയാണ്. ഓക്കെ, നെക്സ്റ്റ്. അപ്പൊ അത് മനസ്സിലായല്ലോ. നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് എല്ലാവരും പഠിച്ചിട്ട് വരില്ലേ? ഇല്ലേ? നെക്സ്റ്റ് ക്ലാസ്സിൽ മിസ് ചോദിക്കാം കേട്ടോ. എന്റെ ഹിബ. Okay, let us read. Next work is let us read. Read the poem and underline the adjectives. What do you mean by adjectives? Do you know about adjectives? Adjectives എന്താണെന്ന് അറിയോ എന്റെ മക്കൾക്ക്? അറിയാമെങ്കിൽ ഒന്ന് കൈപൊക്കി കാണിച്ച മിസ്സിനെ. Did you ever heard about adjectives? Rishikesh, adjectives എന്താ? What do you mean by adjectives? No, അറിയില്ല അല്ലേ? Noun എന്താണ്? Noun. What do you mean by noun? How many of you know about noun? Noun എന്ന് പറഞ്ഞാൽ എന്താണ് അഫ്ലു? ഒരു വേർഡ്. ഏത് വേർഡ്? ഏത് വേർഡാണ് മോനെ? നൗൺ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? മിൻഹാജിന് അറിയാം, അതും കൂടി നോക്കിട്ട് മിസ് പറഞ്ഞുതരാം. നാമമാണല്ലേ? അതാരാ പറഞ്ഞത്? നാമം എവിടുന്ന കിട്ടിയത് നിനക്ക്? അമ്മ പറഞ്ഞ നാമാണെന്ന്. അങ്ങനെയാണെങ്കിൽ അഡ്ജക്റ്റീവ്സ് നാമവിശേഷണാണ്. ഇപ്പൊ എന്തെങ്കിലും മനസ്സിലായോ? നൗൺ നാമമാണെങ്കിൽ അഡ്ജക്റ്റീവ്സ് നാമവിശേഷണമാണ്. നാമം എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ട് യു മീൻ ബൈ എ നൗൺ? എവിടെയൊക്കെ എന്തൊക്കെ അറിയാം അല്ലേ? എ നൗൺ ഈസ് ദ നെയിം ഓഫ് എ പേഴ്സൺ, പ്ലേസ്, ആനിമൽ ഓർ തിങ്. നൗൺ എന്തൊക്കെയാവാം? നൗൺ? നൗൺ ഈസ് ദ നെയിം ഓഫ് എ പേഴ്സൺ, ഒരാളുടെ, വ്യക്തികളുടെ പേരാവാം. ഇവ മിൻഹാജ്, ഇഫ്ര, അദ്വൈത്, അനിഹ, ഷഹസാദ്, എറിക്, അഫ്ലർ, ഇതൊക്കെ എന്താണ്? ഓരോരോ ആൾക്കാരുടെ പേരല്ലേ?
അപ്പൊ ഇതൊക്കെ എന്താണ്, ഇതിനൊക്കെ കോമൺ ആയിട്ട് നമ്മൾ പറയുന്ന പേരാണ് എന്ത്? നാമം, നൗൺ. അതൊന്ന്. അപ്പം വ്യക്തികളുടെ പേരിനെ നമുക്ക് നൗൺ എന്ന് പറയാം ഹിബ. പിന്നെ നെക്സ്റ്റ്, നൗൺ ഈസ് ദ നെയിം ഓഫ് എ പേഴ്സൺ, പ്ലേസ്, സ്ഥലത്തിന്റെ പേരാകാം. പാടിയോട്ടിച്ചാൽ, കണ്ണൂർ, കാസർഗോഡ്, വടകര, ചെറുപുഴ, പിന്നെ ഏതാ, നീലിരിങ്ങ, പെരിങ്ങോം, ഇതൊക്കെ എന്താണ്? സ്ഥലങ്ങളുടെ പേരാണ്. അപ്പം വ്യക്തികളുടെ പേരിന് നമ്മൾ നൗൺ എന്ന് പറയും, ആൾക്കാരുടെ പേരിന് നമ്മൾ നൗൺ എന്ന് പറയും, പിന്നെ സ്ഥലത്തിന്റെ പേരിന് നമ്മൾ എന്ത് പറയും? നൗൺ എന്ന് പറയും. പിന്നെ ആനിമൽസിന്റെ പേരില്ലേ, ടൈഗർ, ക്യാറ്റ്, ഡോഗ്, ആനിമൽസിന്റെ ഒക്കെ പേര് നമ്മൾ എന്ത് പറയും? നൗൺ എന്ന് പറയും. ലാസ്റ്റ് വൺ, ഇറ്റ് മേ ബി ദ നെയിം ഓഫ് തിങ്സ്, സാധനങ്ങളുടെ പേരും നമ്മൾ എന്ത് പറയും? നൗൺ എന്ന് പൊതുവായിട്ട് പറയും. പെൻ, പെൻ എന്താ? നൗൺ ആണ്. This is a pen. This is a pen. Which is the noun here? Which is the noun in this sentence? ഇതിലേതാ noun? പെൻ ആണല്ലേ. പെൻ എന്താ? ഒരു സാധനത്തിന്റെ പേരാണ്. മനസ്സിലായോ എന്റെ മക്കൾക്ക്? മനസ്സിലായോ? വ്യക്തികളുടെ പേരാവാം, സ്ഥലത്തിന്റെ പേരാവാം, ആനിമൽസിന്റെ പേരാകാം, സാധനങ്ങളുടെ പേരാകാം. അത് നമ്മൾ കുറച്ചും കൂടി നെക്സ്റ്റ് ക്ലാസ്സിലാവുന്ന സമയത്ത് പഠിക്കും. മനസ്സിലായോ? അപ്പൊ നമ്മുടെ നൗണിനെ വിശേഷിപ്പിക്കുന്നതിന് നമ്മൾ എന്ത് പറയാ? നൗണിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നു. നിങ്ങൾക്ക് അങ്ങനെ പറഞ്ഞല്ലേ മനസ്സിലാവുക? നൗണിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന വേർഡ്സിന് നമ്മൾ എന്താ പറയാന്നറിയോ? അഡ്ജക്റ്റീവ്സ് എന്നാ പറയാ. ഒന്നും മനസ്സിലായില്ലല്ലോ? ആർക്കും ഒന്നും മനസ്സിലായില്ലല്ലോ? മനസ്സിലായോ? ഇല്ലല്ലോ? മനസ്സിലായോ? She is a beautiful girl. She is a beautiful girl. She is a beautiful girl. Muhammad T. Sit properly. She is a beautiful girl. അവൾ ഒരു സുന്ദരി കുട്ടിയാണ് അല്ലേ? She is a beautiful girl. ഇവിടെ ഗേൾ എന്താണ്? നൗൺ ആണ്. ആ നൗണിനെ നമ്മൾ എങ്ങനെ ഡിസ്ക്രൈബ് ചെയ്തേ? She is a beautiful girl അല്ലേ? എങ്ങനെയുള്ള പെൺകുട്ടിയാണ്? She is a beautiful girl. അപ്പൊ ബ്യൂട്ടിഫുൾ എന്താണെന്ന് അറിയോ? അഡ്ജക്റ്റീവ് ആണ്. മനസ്സിലായോ? മിൻഹാജ് is a smart boy. മിൻഹാജ്, സന്തോഷായി മിൻഹാജിന്. നോക്ക്, മിൻഹാജ് is a smart boy. മിൻഹാജ് എങ്ങനെയുള്ള കുട്ടിയാണ്? മിൻഹാജ് is a boy. മിൻഹാജ് ഒരു ബോയ് ആണ്, അത് നമുക്കറിയാം. ഇനി എന്തുകൂടി പറഞ്ഞിട്ടുണ്ട്? മിൻഹാജ് is a beautiful boy. സോറി, സ്മാർട്ട് ബോയ് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? മിൻഹാജ് സ്മാർട്ട് ആയിട്ടുള്ള ഒരു കുട്ടിയാണ്. അപ്പൊ സ്മാർട്ട് എന്താണ്? മിൻഹാജിനെ വിശേഷിപ്പിച്ചതല്ലേ? മിൻഹാജിനെ ഡിസ്ക്രൈബ് ചെയ്തതല്ലേ? അപ്പം സ്മാർട്ട് എന്താണ്? അഡ്ജക്റ്റീവ് ആണ്. മനസ്സിലായോ? പിന്നെ എന്തുമാകാം? ഇങ്ങനെ വിശേഷിപ്പിക്കുന്നത് മാത്രമാവില്ല. ദാറ്റ് ഫ്ലവർ ഈസ് വെരി ബ്യൂട്ടിഫുൾ. ദാറ്റ് ഫ്ലവർ ഈസ് വെരി ബ്യൂട്ടിഫുൾ. ആ ഫ്ലവർ എന്താണ്? ബ്യൂട്ടിഫുൾ ആണ്. ഫ്ലവർ ഒരു തിങ് അല്ലേ? അല്ലേ? ഫ്ലവർ ഒരു തിങ് അല്ലേ? അപ്പൊ ഫ്ലവറിനെ എങ്ങനെ വിശേഷിപ്പിച്ചത്? ദാറ്റ് ഫ്ലവർ ഈസ് വെരി ബ്യൂട്ടിഫുൾ. എങ്ങനെയുള്ള ഫ്ലവർ ആണ്? ബ്യൂട്ടിഫുൾ ഫ്ലവർ ആണ്. അപ്പൊ ബ്യൂട്ടിഫുൾ എന്താണ്? ദാറ്റ് ഈസ് അഡ്ജക്റ്റീവ്. മനസ്സിലായോ എന്റെ മക്കൾക്ക്? അതുപോലെ തന്നെ നമ്പേഴ്സ് ഉണ്ടാവില്ലേ? നമ്പേഴ്സ്, നമ്മൾ അതാണ് ഇപ്പൊ പഠിക്കാൻ പോകുന്നത്. നമ്പേഴ്സിന് നമ്മൾ എന്താണെന്ന് പറയാ? അഡ്ജക്റ്റീവ് എന്നാ പറയാ ഒരു സെന്റൻസില്. അതായത് ഇവിടെ മൈ ഐ സീ വൺ ഡോഗ് റണ്ണിങ്. വൺ എന്താണ്? അഡ്ജക്റ്റീവ് ആണ്. മനസ്സിലായോ? ഓക്കെ. And two cats. Two cats. Two cats എന്താണ്? Two എന്താണ്? അഡ്ജക്റ്റീവ് ആണ്. നമ്പർ അല്ലേ 2. Three dogs. 3 എന്താണ്? അഡ്ജക്റ്റീവ് ആണ്. മനസ്സിലായോ? ഓക്കെ. Who will read that poem? Read that poem and underline the adjectives. ഋഷികേഷേ, ആ പോയം ഒന്ന് വായിച്ച മോനെ.
My senses are my world. My eyes My eyes see. Range boyo. and 4 mango Shakes. 4 mango shakes. My hand feels 5 frosted. Dolls and 6 woolen balls. My tongue tasted 7 sweet pears and 8 bits of cheese. My ears hear 9 birds singing and 10 bells ringing. Okay, enough. Next, Hiba, can you read that poem? Yes. Are you listening in the class? Class tanneyano Shraddha? Yes. Yes. Then read that poem. Shikesh vaicha kettadalle. Ipo ma'am vaicho. My sins are My senses. my word. My ears My ear ആണോ അത്? see Spelling എന്താ? 1 dog. Ear കൊണ്ടാണ് നമ്മൾ കാണുന്നത്. Read. Okay, enough. You have to listen in the class, okay? And 2 cats. I will read a poem. My senses are my world. My senses are my world. My eyes see 1 dog running and 2 cats sunning. My nose smelling 3 hot cakes and 4 mango shakes. Next page. My hands feel 5 soft dolls and 6 woolen balls. My tongue tastes 7 sweet peas and 8 bits of cheese. My ear hear 9 birds singing and 10 bell ringing. Okay, next class il varuna samayathu ellavarum idu vaayittu varya. Shall we wind up the class? Okay, namakku remaining 1 minute maatrame baakiyullu. Okay, shall we wind up the class? Okay, bye.